ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 344+1-ലും 351-ലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ 22 ഭാഷകളാണ് ഷെഡ്യൂളിന്റെ കീഴിൽ ഉള്ളത്. 1950-ലെ പ്രാരംഭ പട്ടികയിൽ 14 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, മലയാളം, മറാഠി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നിവയായിരുന്നു അത്. തുടർന്ന് 1967-ലെ 21-ാം ഭേദഗതിയിൽ 15-ാമത്തെ ഭാഷയായി സിന്ധിയെ കൂട്ടിച്ചേർത്തു. 1992-ലെ 71-ാം ഭേദഗതിയിൽ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നിവ ഉൾപ്പെടുത്തി ആകെ 18 ഭാഷകളായി വർദ്ധിപ്പിച്ചു. 2003-ലെ 92-ാം ഭേദഗതിയിൽ ബോഡോ, ഡോഗ്രി, സന്താലി, മൈഥിലി എന്നീ 4 ഭാഷകൾ കൂടി ചേർത്തതോടെ ആകെ 22 ഭാഷകളായി. 2011-ലെ 96-ാം ഭേദഗതിയിൽ ഒറിയ ഭാഷയെ ഒഡിയ എന്ന് പുനർനാമകരണം ചെയ്തു. 2025-ലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും നമ്മളുടെ ദേശീയ ഭാഷയല്ല. അതായത് ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല. ഹിന്ദിയും ഇംഗ്ലീഷും നമ്മളുടെ ഔദ്യോഗിക ഭാഷകളാണ്. 1950-ൽ ഭരണഘടന അംഗീകരിച്ചപ്പോൾ ആർട്ടിക്കിൾ 343-ലെ ഹിന്ദി ഒരു ഔദ്യോഗിക ഭാഷയായിരിക്കുമെന്നും 15 വർഷത്തിൽ കൂടാത്ത കാലയളവിലേക്ക് ഇംഗ്ലീഷ് ഒരു അധിക ഔദ്യോഗിക ഭാഷയായിരിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു.